ഇന്നുണ്ടല്ലോ കറണ്ട് പോയി രാവിലെ തന്നെ പോയി. ഇന്ന് വൈകുന്നേരം ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമെന്ന്. അപ്പോൾ എണീച്ചെന്ന് ആദ്യം തന്നെ ഡ്രസ്സൊക്കെ മടക്കിയ ഡ്രസ്സുണ്ടായിട്ട് അതൊക്കെ എടുത്ത് അൽമാറിൽ വെച്ചു. അപ്പം നേരെ അടുക്കളയിൽ വന്ന് ദോശ ചൂടാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ദോശ ചൂടാനില്ല, ദോശ ചൂടാൻ ചട്ടിനി ആക്കാനുള്ള കറണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്തു. അതപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് വേഗം ക്ലീനാക്കിയ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ അങ്ങ് നോക്കുക. എന്താ വെച്ചാൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വേഗം അത് കേട് വരുമല്ലോ. അതുകൊണ്ട് അതിലുള്ള ഐസൊക്കെ പെറുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അയിലുണ്ട്, അതൊക്കെ കുറച്ച് കട്ടയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന്. അങ്ങനെ നേരെ നമ്മൾ മുറ്റത്തിറങ്ങി ചെമ്മീൻ തൊളിക്കുന്നത് എങ്ങാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ അകത്ത് കയറി ചിന്തിച്ച് എന്തുണ്ടാക്കും ഇന്ന്. തേങ്ങ എന്തായാലും അരക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ ചെമ്മീൻ ചോറായാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അത് ഉണ്ടാക്കാൻ കഴിഞ്ഞ്. അപ്പോൾ ചെമ്മീനൊക്കെ ക്ലീനാക്കി, ഇത്രയേ ഉള്ളൂ, എത്ര ഉണ്ടായാലും ഇത്രയേ കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ചോറിനുള്ള മസാലക്ക് വേണ്ട ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കട്ട് ചെയ്തെടുത്തു. അപ്പം നമ്മൾ ഇത് കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. ഇതൊക്കെ കുക്കറിലിട്ട് മഞ്ഞളിൻ്റെ പൊടി, മുളകിൻ്റെ പൊടി, ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് നമ്മൾ നേരെ കുക്കർ വിസിലടിക്കുക. ഒരു 2 വിസിൽ വന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിക്കണേ. വെച്ചിട്ട് നമ്മൾ നേരെ അടുപ്പത്ത് കയറ്റി അടുപ്പ് കത്തിച്ച് അത് വേകുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനുള്ള മഞ്ഞളിൻ്റെ പൊടി, മുളകിൻ്റെ പൊടി, ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. അപ്പം നന്നായിട്ട് എല്ലാ സ്ഥലത്തും പുരട്ടിയെടുക്കണം. അപ്പം ഞാൻ സ്വതവേ ഈ കുക്കറിൽ വേവിക്കുന്ന സമയം ചെമ്മീൻ ഇട്ടിട്ട് വേവിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് അത് അടുപ്പത്ത് വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് മോന് വിളിക്കാം, ഒറ്റയ്ക്ക് ക്യാരം ബോർഡ് കളിക്കാം, അമ്മ ഒന്ന് വരുമോ എന്ന്. അങ്ങനെ നമ്മൾ മോണ്ടപ്പുറം ഇരുന്ന് ഞാൻ ക്യാരം ബോർഡൊക്കെ കളിച്ചു. നന്നായിട്ട് ഓൻ തോപ്പിക്കുന്നുണ്ട് ഗൈസ്, എന്തൊക്കെയോ കളിക്കുന്നത്. പക്ഷെ ഞാൻ കളിക്കാറുണ്ട് ആദ്യമൊക്കെ, ഇപ്പോൾ ഒന്നും നിങ്ങൾ കളിക്കാറില്ല. അങ്ങനെ അത് കഴിഞ്ഞു നേരെ വന്നു. എന്താ ചെമ്മീൻ നമ്മൾ പെരുക്കി വെച്ചതുണ്ടല്ലോ, മസാല ഒക്കെ പിടിപ്പിച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് അത് വന്ന് അടുപ്പത്തൊട്ട് ഇട്ട് അന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ വെച്ചത് റെഡിയായി ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഓയിൽ അടുപ്പത്ത് വെക്കുക. അങ്ങനെ ഉള്ളി സ്പൈസി ഒക്കെ അതിലിട്ട് കരിവേപ്പിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി വേവിപ്പിച്ച് വെച്ചിട്ടുള്ള മസാലയാണ്. അപ്പോൾ അത് അതിലിട്ട് പാകത്തിനുള്ള വെള്ളം ഇട്ടു, ഉപ്പ് ഇട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചെമ്മീൻ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കഴുകി വെച്ച അരി ഇടണം. അതിൻ്റെ മുമ്പേ കുറച്ച് മല്ലിയില നമുക്ക് കട്ട് ചെയ്തിടുക. അരി വന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. അപ്പോൾ അതങ്ങ് ഇട്ടു. നല്ല പാകത്തിൻ്റെ വെള്ളമൊക്കെ ഇട്ട് മൂടി വെച്ചാൽ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ ഇറച്ചിച്ചോറ് എന്ന് പറയുമ്പോൾ ഇത് ഒന്ന് അടിയൊക്കെ പിടിക്കും. ആ സമയത്ത് നമുക്ക് പൊരിച്ച് വെച്ച ചെമ്മീൻ അതിലിട്ട് കൊടുത്ത് നന്ന പാകത്തിനുള്ള കുറച്ചും കൂടെ ആർക്കേജ് ഒഴിച്ചു കൊടുക്കണം. നല്ല സ്മെല്ല് തന്നെ ഉണ്ടാവുക. നമ്മൾ ഈ തുറക്കുന്ന സമയത്ത് മാത്രമല്ല നല്ലൊരു ടേസ്റ്റും തരും. അപ്പം ഞാൻ ആദ്യം തന്നെ വെള്ളത്തിൽ ചേർത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചേർക്കുക. നിങ്ങളെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി. അപ്പോൾ ചോറൊക്കെ വെന്ത് വന്ന് ഇതാ ഗൈസ് നമ്മൾ ചെമ്മീൻ ചോറ് റെഡിയായി. ഇനി നമ്മളില്ലേ ഇത് കഴിക്കണം. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ മുത്തുമണീസ്? അപ്പം ഞാൻ കഴിക്കട്ടെ, നല്ല വിശപ്പാണ്. അപ്പോൾ രാവിലെ കറണ്ട് ഇല്ലാത്തൊന്നും കഴിച്ചില്ലല്ലോ, ഹോട്ടലിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിക്കാൻ നിന്നില്ല, സമയമില്ല. അപ്പോൾ ഇത് ചെമ്മീനും സലാഡും ഒക്കെ കൂട്ടി കുഴച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടുള്ള അടുത്ത വീഡിയോ എടുക്കാനും ബൈ.